എൻ്റെ പേര് മണികണ്ഠൻ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് മണിച്ചിത്രത്താഴ് നിർമ്മാണം തുടങ്ങിയിട്ട് പാരമ്പര്യമായിട്ടുള്ള വർക്കുകളാണ്. ഇപ്പോൾ കൂടുതൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളെ പണിക്ക് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് ലോക്കിൻ്റെ വർക്കുകൾ തന്നെയാണ്. ലോക്ക് മാത്രമല്ല, അമ്പലത്തിലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് കൂടുതലും ചെയ്യാറ്. മെയിനായിട്ട് ഇപ്പോൾ ഒരു 20 വർഷമായിട്ടാണ് നമ്മൾ ലോക്കിൻ്റെ മേഖലയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടേതായിട്ടുള്ള സെപ്പറേറ്റ് വർക്കുകളൊക്കെ മണിച്ചിത്രത്താഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി മെഴുക് ചൂടാക്കി പരത്തിയെടുത്തതിന് ശേഷം നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് ലോക്കിൻ്റെ മാതൃരൂപം നിർമ്മിക്കുകയാണ്. മണിച്ചിത്രത്താഴിന് പണ്ടൊക്കെ മനകളിലാണ് മണിച്ചിത്രത്താഴ് നിർമ്മിക്കാറ്. അത് ഒറ്റപ്പലകയുമാണ് അത് നിർമ്മിക്കാറ്. ഇപ്പോൾ പലതരത്തിൽ വാതിലിൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്ത് നമ്മൾ താഴിൻ്റെ അളവ് എടുത്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ താഴ് പണിയുന്നത്. പണ്ട് ഒറ്റ പലകയിൽ നല്ല വിസ്തരിച്ച് നമുക്ക് പണിയാൻ പറ്റും. അപ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ ആ ഭംഗിക്ക് കുറയും തോറും അതിൻ്റെ ഭംഗി കുറയും. അപ്പോൾ ചട്ടത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മളിപ്പോൾ നിലവിൽ മണിച്ചിത്രത്താഴ് പണിതുകൊണ്ടിരിക്കുന്നത്. മാതൃരൂപം നിർമ്മിച്ചതിന് ശേഷം മണ്ണരച്ച് തേച്ച് പിടിപ്പിച്ച് കരി നിർമ്മിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ ചെയ്യുന്നത്. മണിച്ചിത്രത്താഴ് പണിയണത് പിച്ചളയിലാണ്. പണ്ട് ഇരുമ്പിലായിരുന്നു പണിതായിരുന്നത്.
ഇപ്പോൾ പിച്ചളയിലും പണിയും ഇരുമ്പിലും പണിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഭംഗിയും കൂടുതൽ വേണം. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഓൾറെഡി പിച്ചളയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ലോക്ക് സിസ്റ്റങ്ങളൊക്കെ ഇരുമ്പിൽ തന്നെയാണ് പണിയണത്. അതിന് ലൈഫ് ലോങ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണതാണ്. പിന്നെ മണിച്ചിത്രത്താഴ് എന്നുള്ള പേര് മണിയോടും ചിത്രത്തോടും കൂടിയ താഴാണ് മണിച്ചിത്രത്താഴ്. മണി ഉണ്ടാവും തുറക്കുമ്പോൾ 2-3 ടൈപ്പിൽ നമുക്ക് 2 ടൈപ്പിൽ മെയിനായിട്ട് 2 ടൈപ്പിൽ നമുക്ക് താഴ് പണിയാൻ പറ്റും, മണി അടിക്കാൻ പറ്റും. ഒന്ന് മൂളിവില്ലെന്ന് പറയും, ഞങ്ങളുടെ ഭാഷയിൽ മൂളിവില്ലെന്നും പറയും. മണി അടിക്കണം, മണിയിൽ ചെന്ന് അതിൻ്റെ ഉള്ളിൽ മണി സെറ്റ് ചെയ്ത് മണിയിൽ കൊത്തി വീണ ടൈപ്പിലും ഉള്ളതുണ്ട്. ചിലർ പറയും മണിവില്ല് വേണ്ട, അത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരും. അപ്പോൾ അത് കാരണം മണിവില്ല് വേണ്ടെന്ന് പറയും. ഓൾറെഡി ആ ചിത്രപ്പൂട്ട് മാത്രമായിട്ടും പണിത് കൊടുക്കും. മണിച്ചിത്രത്താഴിന് പല ഡിസൈനുകൾ ഇപ്പോൾ ഓർഡർ അനുസരിച്ച് നമുക്ക് ഓർഡർ തരുന്ന അനുസരിച്ച് നമ്മൾ പല ഡിസൈനുകൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം നിർമ്മിക്കാൻ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ട് ഇത് മതിയൊന്ന് കാണിച്ചു കൊടുക്കും. ഉടമസ്ഥന് കാണിച്ചു കൊടുത്ത് അത് മതി എന്ന് പറയുകയാണെങ്കിൽ ആ ഡിസൈനിൽ അതിൻ്റെ റേറ്റ് പറഞ്ഞാണ് നമ്മൾ താഴിൻ്റെ പണി തുടങ്ങുന്നത്. പണ്ട് പ്രൗഢിക്ക് വേണ്ടി മണിച്ചിത്രത്താഴ് വരുമ്പോൾ വാതിലിനൊരു പ്രൗഢി, ഒരു ഐശ്വര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ മണിച്ചിത്രത്താഴ് പണിതുകൊണ്ടിരുന്നത്. അതായത് പണ്ട് ക്യാഷുള്ള ടീമിലാണ് അതൊക്കെ ചെയ്യാറ്. ഇപ്പം പിന്നെ ഇതിൽ സിനിമ ഇറങ്ങിയപ്പോൾ പിന്നെയാണ് മണിച്ചിത്രത്താഴിന് ഒന്നും കൂടി ഫേമസായി അത് നിർമ്മിക്കാൻ ആൾക്കാർ തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം കരു ഉരയിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് പിച്ചള ഉരുക്കി ഒഴിക്കണം. കരു തണുത്ത് ഉറച്ചതിന് ശേഷം കരു പൊട്ടിച്ചെടുക്കുമ്പോൾ താഴിൻ്റെ ഏകദേശ രൂപം ലഭിക്കും. പല സൈസിൽ ഇതിൻ്റെ ഓടാമ്പലയ്ക്ക് അനുസരിച്ച് തലക്കെട്ടിനനുസരിച്ചൊക്കെ ചിലർ മയിൽക്കഴുത്ത് തണ്ട് താഴ് വേണം, പിന്നെ കോൽത്താഴ് വേണം എന്നൊക്കെ പറയും. മണിച്ചിത്രത്താഴിൽ തന്നെ കോൽത്താഴ് എന്ന് പറയും. ഇപ്പോൾ താഴിൽ തന്നെ പല സൈസ് ഉണ്ട്. അതായത് കോമളത്താഴുണ്ട്, നിരപ്പ് താഴുണ്ട്, ഇങ്ങനെ പല ടൈപ്പ്. പിന്നെ കോൽത്താഴ് ഇടുന്നതും അത് തെക്കൻ മേഖലയ്ക്കൊക്കെ കോൽത്താഴൊക്കെ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. വടക്കൻ മേഖലയിലേക്ക് നിരപ്പ് താഴാണ്, മരം കിഴിച്ചിട്ടുള്ള താഴാണ് കൂടുതലും വരാറ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ താഴ് ഫേമസ് ആയി. പിന്നെ എല്ലായിടത്തും ഈ മണിച്ചിത്രത്താഴ് കോമളത്താഴ് എന്നുള്ള രീതിയിലാണ്. അത് കോമളത്താഴ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ബോക്സായിട്ട് വരുന്ന കാരണം കൊണ്ടാണ് കോമളത്താഴ്. മറ്റേത് മരത്തിൽ പതിപ്പിക്കുന്ന താഴാണെങ്കിൽ നമ്മൾ നിരപ്പ് താഴെന്നാണ് പറയുക. മരം കിഴിച്ച് അതുമ്മേ ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മരത്തിൻ്റെ ഉള്ളിലേക്ക് പോകും.